ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. ക്ലാസ്സൊക്കെ തുറന്നു, വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് 14 ദിവസത്തെ വെക്കേഷൻ പൂജുട്ടിക്ക് ഒരു 14 ദിവസം കിട്ടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമാണ്. അപ്പോൾ പിള്ളേർക്ക് ഫുഡ് കൊണ്ടുപോകണം. രണ്ടാളും ഫുഡ് കൊണ്ടുപോകാൻ നല്ല മടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ അത് കാരണം മിക്കതും കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇനി മുതൽ എന്തായാലും ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മിക്കതും കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പിൽ അവർ ബാഗിൽ സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉടായ്പ പറഞ്ഞിട്ട് രണ്ടുപേരും കൊണ്ടുപോകാണ്ട് പോകും. അപ്പോൾ രാവിലെ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് റേഷനറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇടുന്നത്. അതാവുമ്പോൾ ഒരൊറ്റ വിസിൽ കഴിഞ്ഞിട്ട് ഒരു 8 മിനിറ്റ് അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് വേവിന് കിട്ടും. അടുപ്പത്താണെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മുടെ ഒന്നൊരു ധൃതിയിൽ എന്തെങ്കിലും വേറെ പണിക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പായസമാവുകയും ചെയ്യും. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ച് ഈസിയാണ് രാവിലത്തെ കാര്യത്തിലേക്ക് അവർക്ക് പോകാൻ വേണ്ടിയിട്ടും. പിന്നെ ഉച്ച ആകുമ്പോഴേക്കും എനിക്ക് വരേണ്ടതും ഉണ്ടാവും. പിന്നെ രാത്രിക്ക് ലേശം വേണമെങ്കിൽ നോക്കിയാൽ മതി, എന്നാലും ഉണ്ടാവും കേട്ടോ ഫുഡ്. രാത്രി ആകുമ്പോഴേക്കും അത് കേട് വരുമല്ലോ, റേഷനറി അല്ലേ. അപ്പോൾ ഞാൻ നമുക്കുള്ളത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഏതായാലും ഇടുമ്പോൾ 2 ഗ്ലാസ് ഇട്ടു, 2 നാഴി ഇട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച വരെയുള്ളേക്ക് ഷാജേട്ടന് പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ ഉള്ളത് റെഡിയാവും. എന്നിട്ട് ഞാൻ കുക്കറിൽ ചോറ് വെച്ചു. ഇനി രാവിലെ എനിക്ക് ചായ, ഇപ്പോൾ ഒരു കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. അത് കുടിച്ച് എന്തോ അത് കിട്ടാണ്ടിരുന്ന ഒരു വല്ലായ്മയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ചീര, തലേ ദിവസം നമ്മൾ അരിഞ്ഞ് വെച്ചില്ലേ, ചീരയും മുളകും പിന്നെ തേങ്ങ ചിരകി വെച്ചതും എല്ലാം കൂടെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ അതൊന്നത്തെ എന്താ പറയുക, തണുപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായ ആയ പാടെ എനിക്ക് കുടിക്കണം എന്നില്ല, പക്ഷെ എനിക്ക് അതിൻ്റെ ഇടയിലൊരു പൊരിച്ചിൽ വരും കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്കത് ഉണ്ടായിരുന്നില്ല, ഞാൻ ചായ കുടിക്കാത്ത ആളായിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ രാവിലെ കുഞ്ഞൊരു സ്റ്റീൽ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 11 മണി വരെയൊക്കെ ഞാൻ ഫുഡൊന്നും ഇല്ലാണ്ട് ഞാൻ പിടിച്ചു നിൽക്കും. രാവിലത്തെ എനിക്ക് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല കേട്ടോ. എനിക്കങ്ങനെ നേരത്തെ കഴിച്ചാൽ ഇറങ്ങില്ല. ഒരു 10 മണി 10:30 അത് അങ്ങനെ ശീലമായതുകൊണ്ടായിരിക്കും എന്നോട് പറയും എല്ലാവരും നേരത്തെ കഴിക്കണമെന്ന്. പക്ഷെ എന്നെക്കൊണ്ട് പറ്റില്ല. ഒരു 10:30 11 മണിയൊക്കെ ആയാലേ ഞാൻ പിന്നെ ചായ കുടിക്കുള്ളൂ. പിന്നെ നമ്മുടെ ചീരത്തോരനിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കുള്ള അരപ്പാണ് നാളികേരം, ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ചീനിമുളക് എല്ലാം കൂടെ വെച്ചിട്ട് നമ്മളൊന്നും അങ്ങോട്ട് ചതച്ചെടുക്കുകയാണ് കേട്ടോ. അത് റെഡിയായി കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ തോരൻ്റെ പരിപാടി സെറ്റാക്കുക. സ്കൂൾ തുറന്നുകൊണ്ടില്ലേ 10 ദിവസം 14 ദിവസം പിള്ളേർ ഇവിടെ ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തോ പോലെ കേട്ടോ. പിന്നെ ക്ലാസ് തുടങ്ങിയിട്ട് അവർ പോകുമ്പോൾ അതുവരെ എല്ലാവരും ഉണ്ടാവും. പിന്നെ ഞാനവിടെ ഒറ്റയ്ക്കാവും. ഷാജേട്ടനും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഞാൻ ഈ പണിയും വീട്ടിൽ എന്തെങ്കിലുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിച്ച് കാട് കയറുക എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതിനൊരു ഗ്യാപ്പ് കൊടുക്കാണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇവർക്ക് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 ദിവസമൊക്കെ ഇല്ലാണ്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അതിനായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അത് വിചാരിച്ചിട്ട് നമുക്ക് പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞാണ്ടിരിക്കാനും പറ്റില്ല. അതല്ല, അവർ കൂടെ ഉണ്ടാവുമ്പോൾ വേറൊരു രസമാണ് അത്രേ. ഇനി ചീരത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചീര അതിലേക്ക് ഇട്ട് ലേശം കൂടെ ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നടച്ച് വെക്കുക കേട്ടോ. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കില്ല. ചീരയിൽ വെള്ളം ഒരു ഉപ്പേരിയിലും കായ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ കായപ്പേരിയൊക്കെ വെക്കുമ്പോഴേ വെള്ളം നമ്മൾ ചേർക്കുള്ളൂ. അല്ലാത്ത ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുക. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ചായ എടുക്കണം. ആ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചായ ഇരുന്ന് കുടിക്കും കേട്ടോ ഞാൻ. അല്ലെങ്കിൽ ഉമ്മറത്ത് പോയിട്ട് ഇരിക്കും. ഇന്ന് പിന്നെ നേരം വെളുത്ത് വരണോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയില്ല. അവിടെ ഇരുന്ന് തന്നെ അപ്പം തന്നെ കുടിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ടൈം അവിടെ പോയിരുന്ന് കുറച്ച് കഴിഞ്ഞാൽ ടൈം വൈകുമെന്ന് വിചാരിച്ചിട്ട്, ഇനി ഫുഡും കാര്യങ്ങളൊക്കെ അപ്പം റെഡി ആക്കണ്ടേ അത് വിചാരിച്ചിട്ട്. ഇനി ചീരത്തോരൻ അപ്പോഴേക്കും നമ്മുടെ ചീരൊക്കെ വെന്തപ്പോൾ നമ്മുടെ അരപ്പിട്ട് കൊടുത്തു, ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കും കേട്ടോ. ഞാനത് അതിൻ്റെ ഒരു അരപ്പിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട്. എന്തൊക്കെ പിന്നെ ചീരത്തോരനൊക്കെ എല്ലാവർക്കും അറിയാം, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് പുട്ടുണ്ടാക്കണം. ഇന്ന് മീൻകറി തലേ ദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പുട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ആഴ്ചത്തെ പുട്ട് സമാപിച്ചു. ഇടയ്ക്ക് ഇപ്പോൾ പുട്ടാന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഞാനിങ്ങനെ കുറ്റിയിലല്ലാണ്ട് ഉണ്ടാക്കുക. എൻ്റെ അടുത്തൊരു കള്ളപ്പരിപാടി ഉണ്ട്. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നമ്മളിപ്പോൾ ചെറുനാരങ്ങയൊക്കെ വേവിക്കാൻ വെച്ചില്ലേ, അതുപോലെ ആ തട്ട് വെച്ചിട്ട് ഓട്ടപാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് മൊത്തം ഇട്ടിട്ട് അങ്ങോട്ട് ആവി കയറ്റും. ഉതിർപ്പുട്ട് പോലെയൊക്കെ പണ്ടുണ്ടാക്കി തരില്ലേ അമ്മ, അതുപോലെ. ഇത് ഇങ്ങനെ ഓരോ കുറ്റി ആക്കാൻ നിൽക്കണ്ടേ, ഏതായാലും 3-4 ആളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും പുട്ട് പൊടിച്ചിട്ടല്ലേ കഴിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ് മിക്കതും. ഇന്നിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. പാത്രം ഇനി എല്ലാം കൂടെ ഇട്ട് പൊനയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ടൈം ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ പുട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കള്ളപ്പരിപാടി എടുക്കണില്ല വിചാരിച്ചു. അങ്ങനെ ചീരത്തോരനൊക്കെ ആയപ്പോഴേക്കും മീൻ വറുത്തു. ചീരത്തോരനും മീൻ വറുത്തതും പിന്നെന്താ നമ്മുടെ മീൻകറിയാണെന്ന് പിള്ളേർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതാവുമ്പോൾ ഉച്ചയ്ക്കത്തെ കാര്യം ഇതിൻ്റെ സെറ്റാവും. അപ്പോൾ എനിക്ക് കുറച്ചധികം സമയം കിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേത് എനിക്ക് കണ്ടിന്യൂസ് ഒന്ന് കഴിഞ്ഞാൽ അങ്ങനെ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതത്തിൻ്റെ പോലത്തെ പരിപാടിയാവും.
മീനൊക്കെ ആയി ഒരു പറക്കം മറിച്ചിട്ട് അത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പണിയില്ല എന്നുള്ളതല്ല, പിന്നെ നമുക്ക് കച്ചവടത്തിന് കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതുണ്ടാവും, ക്ലീനിങ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഷാജേട്ടൻ പോയതിൻ്റെ ശേഷമാണ് ഞാൻ അടിച്ചോരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. അല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മുടെ വണ്ടിയിലേക്ക് പാത്രങ്ങൾ ഇറക്കുക, കയറ്റുക, പിന്നെ അതിലേക്ക് കൊണ്ടുവയ്ക്കുക, പിന്നെയും വരിക, അങ്ങനെ ആകുമ്പോൾ ആകെ അലമ്പാവും. അപ്പോൾ ഞാൻ അവർ പോയിട്ടാണ് പിന്നെ അടിച്ചു വാരി തുടച്ചിട്ട് പിന്നെ ഞാനൊന്ന് മേല് കഴുകും. അപ്പോഴേക്കും തന്നെ ഒരു സമയമാവും. ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ ഞാൻ മേല് കഴുകും, ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ അടിച്ചൊരു തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുള്ളൂ. അതൊക്കെ ഓരോരോ സമയത്തിനനുസരിച്ച് ചെയ്യും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അധികം സമയമൊന്നും ഉണ്ടാവില്ല പിള്ളേർ വരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ വല്ല സ്റ്റിച്ചിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ചെയ്യും. ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കിടന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല. അപ്പോൾ പിന്നെ ഉറങ്ങാൻ മെനക്കെടില്ല കേട്ടോ. അതൊക്കെ പറഞ്ഞായപ്പോഴത്തേക്കും നമ്മുടെ പുട്ട് വെച്ചിട്ടുണ്ട്. ഒരു കുറ്റി പുട്ട് വെച്ചു. ചോറായി ആ ടൈമിൻ്റെ ഉള്ളിൽ ഒരു 8 മിനിറ്റ്, കറക്റ്റ് 8 മിനിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് അടിപൊളിയായിട്ട് വേവും. അങ്ങനെ കഞ്ഞിയിലോട്ട് ഒന്നുമില്ല കേട്ടോ, റേഷനരി. ഞങ്ങൾക്കിവിടെ റേഷനരിയാണ് കേട്ടോ ഇഷ്ടം. ബാക്കി കുറുവ അരി അങ്ങനത്തെ ഒരു അരിയും പറ്റില്ല. ഇതാകുമ്പോൾ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ കൂടെ ഫുഡ് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. മറ്റേ അരിയൊക്കെ ബുദ്ധിമുട്ടാണ് കഴിക്കാൻ വേണ്ടിയിട്ട്, ഇഷ്ടമല്ല, താല്പര്യമില്ല. നമുക്ക് റേഷനരി ആണെങ്കിൽ ഓക്കെയാണ്. മീൻ വറുത്തതുമായി, മീൻകറി നല്ല സെറ്റായി, നമ്മുടെ ചീരത്തോരനായി, പുട്ടൊരു കുറ്റി അടുപ്പത്തും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. അപ്പാപ്പ ഉള്ള പാത്രങ്ങൾ മുറി കയറ്റിട്ടുണ്ട്. ഇന്നാലും നമുക്ക് കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇനി ഇത് പൂജുട്ടിക്കുള്ള ചോറാട്ടോ. ഒരൊറ്റ കോരി ചോറ് ആണ് കഴിക്കുള്ളൂ. എക്സ്ട്രാ ഞാനൊരു കോരിയും കൂടെ ഒക്കെ ഇടും, പിള്ളേർ കൂടെ ഇനി ആരെങ്കിലും കഴിക്കാൻ ഉണ്ടാവുമെങ്കിലും വെച്ചിട്ട്. ചീരത്തോരനും ഒരു മീൻ വറുത്തത് മതി. മീനിൻ്റെ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് ഞാനൊരു മീൻ വറുത്തത് വെച്ചതാണ് കേട്ടോ. കറിയും കൊണ്ടുപോയിട്ടില്ല, അത് മതി. അത് കൂട്ടിയിട്ടാണ് ആൾ കഴിക്കുക. കണ്ണൻകുട്ടിക്ക് പിന്നെ 2 കഷ്ണം മീൻ വേണമെന്ന് പ്രത്യേകം പറഞ്ഞ് വെപ്പിച്ചിട്ടുണ്ട്. കണ്ണൻകുട്ടിക്കും ഞാൻ ചോറ് അവനെക്കാട്ടിലും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോരിയും കൂടെ ഞാൻ അധികം ഇടും. ചിലപ്പോൾ വല്ല പിള്ളേരും ഇവർ അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കണമാണല്ലോ. മറ്റുള്ള കുട്ടികളെ നിന്ന് ഇവരും കഴിക്കും. അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാത്ത പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിക്കണ കൊണ്ട് എനിക്കൊരു സമാധാനത്തിൽ ഞാൻ കുറച്ചധികം ചോറിടും. പിന്നെ കണ്ണൻകുട്ടിക്കാണ് കറിയാക്കണത് ഒരു പാത്രത്തിൽ. പൂജയ്ക്ക് കറി വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കാനാണ്. പൂജയ്ക്ക് ചായ കുടിച്ചിട്ട് പോവാറേ ഇല്ല കേട്ടോ. ദോശയ്ക്ക് എങ്ങാനും നിർബന്ധം എപ്പോഴെങ്കിലൊക്കെ കഴിക്കുള്ളൂ. രാവിലെ അവൾ കഴിച്ച് പോവുകയില്ല, അത് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ദോശയ്ക്കാണെങ്കിൽ കഴിച്ചോന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ കഴിച്ചിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പോൾ കണ്ണൻകുട്ടിക്കും കള്ള ഫുഡ് ഞാൻ ആക്കി വെക്കുകയാണ്. അവൻ്റെയൊക്കെ ഏകദേശം അവിടെ രണ്ടാളും കുളിയൊക്കെ കഴിഞ്ഞ് നീറ്റ് യൂണിഫോം തേക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കിക്കോളും. ചെറുതൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒരുക്കി കൊടുക്കണമല്ലോ. പക്ഷെ അതൊരു രസമാണല്ലേ. ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഒരുക്കാനോ പിടിക്കാനൊന്നും നമുക്ക് കിട്ടില്ല. നമ്മുടെ ഇഷ്ടത്തിന് മുടി ചീന്തി കൊടുക്കുക. ഞാൻ എപ്പോഴും വിചാരിക്കും കണ്ണൻകുട്ടീനെയും പൂജട്ടീനൊക്കെ എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആൺകുട്ടികളെയും പെൺകുട്ടികളെ ഇഷ്ടമാണ്. പക്ഷെ ഒരുക്കി കൊടുക്കാൻ ഒന്നും കൂടി എനിക്കിഷ്ടം പെൺകുട്ടികളാണ് കേട്ടോ. കണ്ണെഴുതിപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാം പെൺകുട്ടികളെ. കണ്ണൻകുട്ടീനെ ഞാൻ ഒരുപാട് വലുതായിട്ടും കണ്ണെഴുതിയിട്ടൊക്കെ പൊട്ടൊക്കെ കണ്ണല്ല പുരുകൊക്കെ എഴുതി ചെയ്തിട്ടുണ്ട്. LKG UKG ഒക്കെ ആയിട്ട്. പിന്നെ എന്നെ എല്ലാവരും ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ നിർത്തിയതാണ്. അങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ് എനിക്ക്. ഇപ്പം പിന്നെ മുടി ഒന്നും കൂടെ ഒതുക്കി അവൻ അപ്പം അതും ഇങ്ങോട്ട് താഴ്ത്തിയിടും. വേണ്ട, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയാണ് ഇപ്പോൾ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അവരുടേതായിട്ടുള്ള മോഡൽ. നമുക്ക് അമ്മമാർക്ക് ഒരൊറ്റ ചീന്തലല്ലേ, ഇങ്ങനെ ഒരു വഴവെടുത്തിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ പറ്റിച്ച് ചീന്തി കൊടുക്കുക, എന്നിട്ട് ഒരു കുറി ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കുളി കഴിഞ്ഞാൽ എനിക്ക് കുറി ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. എഴുതി ഒരു കുറി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. അതൊക്കെ ആയപ്പോഴേക്കും പുട്ടായിട്ട് കണ്ണൻകുട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അവന് ചായയും മീൻ കറിയൊക്കെ എടുത്തു കൊടുത്തു. അവരുടെ ചോറൊക്കെ പാക്കിങ് ആക്കി കഴിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരുക്കേണ്ട കാര്യം പറയുമ്പോൾ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. പൂച്ചട്ടിക്കുള്ള ചോറാണ് ഈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പൂച്ചട്ടി അവളുടെ ചോറൊക്കെ ഇട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. പോകുമ്പോൾ ഈ ഒരു ഉമ്മ നിർബന്ധം കേട്ടോ. അങ്ങനെ ഉമ്മയൊക്കെ തന്ന് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ആൾ പോയി. പൂച്ചട്ടി കുറച്ച് നേരത്തെ പോകും. കണ്ണൻകുട്ടി നേരത്തെ ഇറങ്ങാറുള്ളതാണ്. ഇപ്പോൾ ഞാൻ കറക്റ്റ് സമയത്ത് പോയാൽ മതി, 9 മണിക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ ആൾ നേരത്തെ പോകാറൊന്നുമില്ല കേട്ടോ. ബാക്കിയുള്ള പുട്ടും കൂടെ ഞാൻ സെറ്റാക്കി വയ്ക്കുക. ഇനി ഷാജേട്ടൻ കഴിക്കാണ്ട് ഞാൻ കഴിക്കാണ്ട് അതാണ്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത പരിപാടിക്ക് നിൽക്കാമല്ലോ. ഫുഡിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഈ പുട്ടുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആകെ ആ പൊടിയാവും. അപ്പോൾ അത് അപ്പം തുടയ്ക്കണതാണ് കേട്ടോ. അല്ലെങ്കിൽ അതവിടെ എന്തോ ഒരു വൃത്തികേടായിട്ട് കിടക്കും. പിന്നെ ഞാനൊരു ഉറുമ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കുനിയൻ. അതെന്തെങ്കിലും ഒരു സാധനം ഒരു തേങ്ങയുടെ ഒരു പൊട്ട് കിടന്നാൽ തന്നെ ഇതൊക്കെ കൂടെ കൂട്ടം കുത്തി വരുന്നതാണ്. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇനി രാവിലത്തെ അംഗത്തിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞു. ഇനി നമ്മുടെ വണ്ടിയിൽ ഒരു സെറ്റ് ഇറക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കഴുകാൻ വേണ്ടിയിട്ട്, പാത്രം കഴുകാൻ വേണ്ടിയിട്ടുണ്ടാവില്ല, നമ്മൾ കഴിക്കുന്നതേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അടുക്കളയൊക്കെ ഒന്ന് തലേ ദിവസം രാത്രി ഞാൻ തുടച്ചിട്ടതാണ്.
അപ്പോൾ അതുകൊണ്ട് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചോരി വൃത്തിയാക്കിയിട്ടു. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ വണ്ടിയിൽ നിന്ന് പാത്രങ്ങൾ ഇറക്കുള്ളൂ കേട്ടോ, നമ്മുടെ ചായക്കുടിയും കൂടെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, കൈയൊക്കെ നല്ലോണം വൃത്തിയാക്കി കഴുകിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ നാരങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടെ ഉണ്ട് കൈയോടെ അച്ചാറിടാം. ഷാജേട്ടൻ നീറ്റിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി ആൾ നീക്കുമ്പോഴേക്കും എനിക്ക് ഇതും കൂടെ ചെയ്യാനുള്ള ടൈമുണ്ട്. മറ്റേത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ പോവോളം പിന്നെ അതിൻ്റെ കാര്യങ്ങളായിട്ട് നിൽക്കേണ്ടി വരും. അടുക്കള ആകെ അലങ്കോലാവുക, പാത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് അച്ചാറിടാൻ വിചാരിച്ചു കേട്ടോ. കുറച്ചേക്ക് ഭയങ്കര ഇഷ്ടമാണ് നാരങ്ങ അച്ചാർ. ഇതുണ്ടെങ്കിൽ ഒരു കഷ്ണം മതി കേട്ടോ എനിക്ക്. മാങ്ങച്ചാറൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ആ കറുമുറു മാറുന്നതിൻ്റെ മുന്നേ എനിക്കിഷ്ടം. അതിങ്ങോട്ട് അളിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴകി കഴിഞ്ഞിട്ടൊരു വാട്ടം വരില്ലേ, അത് കഴിഞ്ഞൊക്കെ ഇഷ്ടമല്ല. അതാ ഫ്രഷോട് കൂടി മാങ്ങച്ചാറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. നാരങ്ങച്ചാറാകുമ്പോൾ പഴകുണോടത്തോളം ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട്, നല്ലെണ്ണ ഒഴിച്ചില്ല കേട്ടോ, വെളിച്ചെണ്ണയിൽ തന്നെ ആക്കി. കുറച്ചല്ലേ ഉള്ളൂ. എന്നിട്ട് കടുകിട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിയതിട്ടു, പിന്നെ നമ്മുടെ ചീനമുളക് കുറച്ചിട്ടു, വേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി, അച്ചാർ പൊടി, ഉപ്പും സുറുക്കയും കൂടെ ഒഴിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ നാരങ്ങ അതിലിട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട്. അച്ചാർ പൊടി ആവുകൊണ്ട് പിന്നെ കായവും ഉലുവയൊന്നും ഞാൻ പൊടിച്ചിട്ടിട്ടില്ല. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ്. അതിങ്ങോട്ട് അലിയണം, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് വരാം. ലാസ്റ്റ് നമ്മുടെ അച്ചാറൊക്കെ ഒന്ന് സെറ്റ് ആകുമ്പോൾ ലാസ്റ്റിൽ ഞാനൊരു പിഞ്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അച്ചാർ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്നത്തോടു കൂടി ഈ വർഷം അവസാനിക്കുകയാണ്. നാളെ പുതിയൊരു വർഷം തുടങ്ങുക. അപ്പോൾ പുതുവർഷം എല്ലാവർക്കും അടിപൊളിയാവട്ടെ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. പൂജട്ടി പോയി. കണ്ണൻകുട്ടി ഞാൻ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്താട്ടോ പോയത്, അതുകൊണ്ട് എനിക്കത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി എനിക്ക് ചായ കുടിക്കണം, ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് വേണം ബാക്കിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു.